ഈ വർഷത്തെ സംസ്ഥാന അവാർഡിൽ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട മേഡൻ ആദരവ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയിൽ നിന്നും, കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയിൽ നിന്നും സാറൊരു 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കലാകേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ വേടന് 55ാമത് ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന ചടങ്ങിൽ നാം കേട്ട കർണാനന്ദകരമായ അനുഭൂതി പകരുന്നൊരു വാർത്ത ഈ പ്രാവശ്യത്തെ ഗാനരചനയുള്ള അവാർഡ് നമ്മുടെ സ്വന്തം വേടനാണെന്നുള്ളതാണ്. ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമാണ് ആ വാർത്ത. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അക്ഷരനഗരിയിലെ ജനങ്ങൾക്കും വേണ്ടി അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ ആ പാട്ട് നിങ്ങൾ പലരും കേട്ടിരിക്കുന്നു. ആ 2 വാക്കുകൾ ശ്രദ്ധിച്ചാൽ വിയർപ്പ് തുന്നിയ കുപ്പായം, നിറങ്ങൾ കട്ടായം, അത് പാടാൻ വേടനല്ലാതെ ഇന്ന് ഈ മലയാളത്തിൽ ആരെയും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത് ആസ്വദിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണവും മണ്ണിൻ്റെ മണവും അല്ലെങ്കിൽ ചേറിൻ്റെ നിറവുമുള്ള ഒരു ജനതയുടെ ഏറ്റവും വിചാരങ്ങളും നെഞ്ചേറ്റിക്കൊണ്ട് അദ്ദേഹം പാടുന്നതായിരുന്നാലും ഗാനം രചിക്കുന്നതായിരുന്നാലും നമുക്കെല്ലാം എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അർത്ഥവത്തായ പ്രയോഗങ്ങളാണ് എന്നതാണ് അതിലെ അഭിനന്ദനാർഹമായ കാര്യം എന്നെടുത്ത് സൂചിപ്പിക്കുകയാണ്. പാടത്തും പറമ്പിലും പണിശാലകളിലും പണിയെടുക്കുന്ന ജനകോടികളുടെ ഹൃദയത്തുടിപ്പുകൾക്ക് രൂപവും ഭാവവും നൽകുന്ന ഒരു ശൈലിയുടെ ആവിഷ്കാരമാണ് വേടനിൽ കേൾക്കാൻ കഴിഞ്ഞത്. അത് അദ്ദേഹം ഇതിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിലെ അർത്ഥവത്തായ പ്രയോഗം അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒരുവിധക്കമ്പും മറുകയിൽ നിറതോക്കുമായി വന്ന യാസർ അരഫത്തിനെ അദ്ദേഹം അവതരിപ്പിക്കാൻ ഞാൻ കേട്ടു. എത്ര മനോഹരമായിട്ടാണ് ഒരു അന്തർദേശീയ വിഷയം ഏറ്റവും ഭംഗിയായി അദ്ദേഹം ജനഹൃദയങ്ങളിൽ എത്തിച്ചത്. അദ്ദേഹം യാസിനെയും വാൽമീകിയെയും അതുപോലെ ഡോക്ടർ അമ്മയെയും ഒക്കെ അവതരിപ്പിക്കാൻ ശ്രദ്ധിച്ചു. എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനവും വീക്ഷണവും അതിലെ പ്രയോഗങ്ങളും. ഈ രാജ്യത്ത് ആഢ്യതയുടെ കസവ് തുന്നിയ മേലങ്കിയിട്ട തറവാടിയുടെ താവളങ്ങളിൽ ഇടിമുഴക്കത്തിൻ്റെ കാരുണ്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രയോഗങ്ങളാണ് ശ്രീ വേടൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം? നമ്മളെ പ്രിയപ്പെട്ട ജാസിയേട്ടൻ പെർഫോം ചെയ്തു, ഗബ്രി പെർഫോം ചെയ്തു. ഇനി ഞാൻ കുറച്ച് പാട്ട് പാടാം. പിന്നെ ഇന്നൊരു സർപ്രൈസും കൂടിയുണ്ട്. 2 പാട്ടിന് ശേഷം ഞാൻ ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പോയി നോക്കാം, നമുക്ക് പോയി നോക്കാം പതുക്കെ. മോനെ ഹേമന്ത്,